നമസ്കാരം. ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ ബിജെപിക്കെതിരായ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കാൾ സഖ്യകക്ഷികൾക്കിടയിലെ അഭിപ്രായ ഭിന്നതകളാണ് കൂടുതൽ ശ്രദ്ധ നേടിയത്. ഭരണകക്ഷിയായ ബിജെപിയെയും എൻഡിഎയെയും വിമർശിക്കുന്നതിനു പകരം മുന്നണിക്കുള്ളിലെ ഐക്യക്കുറവും ഏകോപന പ്രശ്നങ്ങളും ചർച്ചകളിൽ പ്രധാന വിഷയമായി. യോഗത്തിൽ ചില പ്രധാന കക്ഷികളുടെ അഭാവവും ശ്രദ്ധേയമായി. തമിഴ്നാട്ടിലെ DMKയും പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയും യോഗത്തിൽ പങ്കെടുത്തില്ലെന്നത് മുന്നണിയുടെ ഏകോപന ക്ഷമതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തി. അതേസമയം വിവിധ വിഷയങ്ങളിൽ സഖ്യകക്ഷികൾ തമ്മിലുള്ള നിലപാട് വ്യത്യാസങ്ങളും യോഗത്തിൽ പ്രകടമായി. അഴിമതി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം മന്ദഗതിയിലാണെന്ന് ചില CPM നേതാക്കൾ അഭിപ്രായപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചെറിയ പാർട്ടികളുടെ പങ്കാളിത്തം മാത്രമാണ് യോഗത്തിൽ കൂടുതലായി കണ്ടതെന്നും വിലയിരുത്തപ്പെടുന്നു. അവസാനത്തിൽ മുന്നണി ഭാവി രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും വ്യക്തമായ തീരുമാനങ്ങളിലേക്ക് എത്താൻ യോഗത്തിന് കഴിഞ്ഞില്ലെന്നാണ് സൂചന. പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരേണ്ടതുണ്ടെന്ന ധാരണയോടെയാണ് യോഗം സമാപിച്ചത്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മാള അണ്ണല്ലൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. നായയെ പിടികൂടാനുള്ള ശ്രമം തുടരുമ്പോഴും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പുത്തഞ്ചേരിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. മണിയങ്കാവ് മുതൽ കുന്നത്തേരി റോഡ് വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ സോഡാ കുപ്പികൾ അടിച്ചുടച്ച് റോഡിൽ നിക്ഷേപിച്ചതോടെ വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതത്തിൽ. മാള ബസ് സ്റ്റാൻഡിൽ കൂട്ടം തെറ്റിക്കരഞ്ഞിരുന്ന 5 വയസ്സുകാരിയെ മണിക്കൂറുകൾക്കകം മാതാപിതാക്കൾക്കരികിലെത്തിച്ച് മാള പോലീസിന്റെ മാതൃകാപരമായ ഇടപെടൽ. ബീഹാർ സ്വദേശിനിയായ പെൺകുട്ടിയെ സുരക്ഷിതമായി കുടുംബത്തിന് കൈമാറിയതോടെ ആശങ്കയ്ക്ക് വിരാമമായി. വിശദമായ വാർത്തകളിലേക്ക്. മാള അണ്ണല്ലൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡിലുണ്ടായ ആക്രമണം പ്രദേശത്ത് ആശങ്ക പരത്തിയിരിക്കുകയാണ്. നായയെ പിടികൂടാനുള്ള ശ്രമം തുടരുമ്പോഴും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മാള അണ്ണല്ലൂരിലെ മൂന്നമ്പലം റോഡിലാണ് ഇന്ന് രാവിലെ തെരുവ് നായയുടെ ആക്രമണമുണ്ടായത്. വിജയഗിരി സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൂടെ നടന്നു പോകുകയായിരുന്ന കോട്ടുപാടം മാപ്രാംപള്ളി ചന്ദ്രൻ, ഇളംകുറ്റിയിൽ വേലായുധൻ, ജൂബിലി നഗർ സ്വദേശിനി സ്മിത എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ ദിവസേന യാത്ര ചെയ്യുന്ന റോഡിലുണ്ടായ ആക്രമണം പ്രദേശവാസികളിൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ മാള സർക്കാർ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും ചാലക്കുടിയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിവരം ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ നായയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ആക്രമണം നടത്തിയ നായ ഇപ്പോഴും പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. നായയെ എത്രയും വേഗം പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിനിടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. മീഡിയ ടൈം മാള. പുത്തഞ്ചേരിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. മണിയങ്കാവ് മുതൽ കുന്നത്തേരി റോഡ് വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ സോഡാ കുപ്പികൾ അടിച്ചുടച്ച് റോഡിൽ നിക്ഷേപിച്ചതോടെ വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതത്തിലായി. സംഭവത്തിൽ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ട് പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. പുത്തഞ്ചിറ മാണിയങ്കാവ് മുതൽ കുന്നത്തേരി റോഡ് വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ സോഡാ കുപ്പികൾ അടിച്ചുടച്ച് റോഡിൽ നിക്ഷേപിച്ചത്. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ജനങ്ങൾ കൂടുതലായി സഞ്ചരിക്കുന്ന റോഡുകളിലാകെ കുപ്പിച്ചില്ലുകൾ വ്യാപകമായി ചിതറിക്കിടന്നിരുന്നു. ഇതേ തുടർന്ന് നിരവധി വാഹനങ്ങളുടെ ടയറുകൾ പഞ്ചറാവുകയും അതിരാവിലെ നടക്കാനിറങ്ങിയ ചിലരുടെ കാലുകളിൽ കുപ്പിച്ചില്ലുകൾ കയറി പരിക്കേൽക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ മാണിയങ്കാവ് പ്രദേശത്ത് വാർഡ് മെമ്പർ TS രാജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തിറങ്ങി. റോഡുകളിൽ നിന്ന് കുപ്പിച്ചില്ലുകൾ നീക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. സംഭവത്തെ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ശക്തമായി അപലപിച്ചു. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ പ്രവർത്തിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താൻ പോലീസ് അടിയന്തരവും ശക്തവുമായ അന്വേഷണം നടത്തണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ വേണമെന്നും ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. രാവിലെ നടക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ഇവിടെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചെരുപ്പില്ലാതെ നടക്കുന്ന ആളുകളുടെ കാലുകൾ പൊളിയാൻ വളരെ സാധ്യത കൂടുതലാണ്. റോഡിൽ എല്ലായിടത്തും ഇതിൻ്റെ ചെറിയ ചെറിയ പിസറുകൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ പുത്തഞ്ചിറയിൽ
വെളുപ്പിൽ നടക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കാലിന് ചില്ല് കയറാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം ഇത് അടിച്ച് ഇവിടുന്ന് ക്ലീൻ ചെയ്ത് നാട്ടുകാരെല്ലാവരും ഞങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിസറുകൾ ഇനിയും അവിടെ റോട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഒരു കവറിലുണ്ടാവും. ഇത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇതുപോലെ ഒരുപാട് സ്ഥലത്താണ്. അതുകൊണ്ട് ജനങ്ങളെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. മീഡിയ ടൈം മാള. മാള ബസ് സ്റ്റാൻഡിൽ കൂട്ടം തെറ്റിക്കരഞ്ഞിരുന്ന 5 വയസ്സുകാരിയെ മണിക്കൂറുകൾക്കകം മാതാപിതാക്കൾക്കരികിലെത്തിച്ച മാള പോലീസിന്റെ മാതൃകാപരമായ ഇടപെടൽ. ബീഹാർ സ്വദേശിനിയായ പെൺകുട്ടിയെ സുരക്ഷിതമായി കുടുംബത്തിന് കൈമാറിയതോടെ ആശങ്കയ്ക്ക് വിരാമമായി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന 5 വയസ്സുകാരിയെ നാട്ടുകാർ ശ്രദ്ധിച്ചത്. തുടർന്ന് വിവരം മാള പോലീസിനെ അറിയിക്കുകയായിരുന്നു. GSI സുധാകരൻ, CPOമാരായ ഏഞ്ചൽ, ഹരികൃഷ്ണൻ, ഹോംഗാർഡ് മനോജ് എന്നിവരടങ്ങിയ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാളയിൽ നിന്ന് പുറപ്പെട്ട എല്ലാ ബസ്സുകളിലേക്കും അടിയന്തരമായി കൈമാറി. തുടർന്നാണ് തൃശൂർ ഭാഗത്തേക്ക് പോയ മരിയ ബസ്സിൽ ഇതര സംസ്ഥാനക്കാരായ ദമ്പതികൾ യാത്ര ചെയ്യുന്നുണ്ടെന്ന നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. ഉടൻ തന്നെ ബസ് കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് ബസ് വെളയനാട് സെന്ററിൽ നിർത്തിയിടാൻ നിർദ്ദേശം നൽകി. കുട്ടിയുമായി പോലീസ് സംഘം അതിവേഗം വെളയനാട്ടേക്ക് തിരിച്ചു. കുട്ടി ബസിന്റെ മുൻവശത്ത് അമ്മയോടൊപ്പം ഉണ്ടാകുമെന്നാണ് സഹോദരങ്ങൾ കരുതിയതും പിന്നിൽ സഹോദരങ്ങൾക്കൊപ്പമാണെന്നാണ് അമ്മ തെറ്റിദ്ധരിച്ചതുമാണ് കുട്ടി സ്റ്റാൻഡിൽ ഒറ്റപ്പെടാൻ കാരണമായത്. വെളയനാട് വച്ച് കുട്ടിയെ കണ്ടുമുട്ടിയതോടെ മാതാപിതാക്കളുടെ ആശങ്കയ്ക്ക് വിരാമമായി. തങ്ങളുടെ പിഞ്ചുകുഞ്ഞിനെ സുരക്ഷിതമായി തിരികെ നൽകിയ മാള പോലീസിന് നന്ദിയും സന്തോഷവും അറിയിച്ച ശേഷമാണ് കുടുംബം തൃശൂരിലേക്കുള്ള യാത്ര തുടർന്നത്. മാതൃകാപരമായ പോലീസ് ഇടപെടലിലൂടെ ഒരു കുടുംബത്തിന്റെ വലിയ ആശങ്കയ്ക്ക് വിരാമമായ സംഭവമാണിത്. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്ന് പുതിയ പരാതി. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള നിർമ്മാണ അപാകതകളും മഴക്കാലത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടുകളും അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 7 കിലോമീറ്റർ പരിധിയിലുള്ള കോൺക്രീറ്റ് റോഡിന്റെ ഇരുവശങ്ങളും അപകടാവസ്ഥയിലാണെന്ന് പരാതി. ചില ഭാഗങ്ങളിൽ ടൈലുകൾ സ്ഥാപിക്കാതെയും സ്ഥാപിച്ച ഭാഗങ്ങളിൽ ടൈലുകൾ താഴ്ന്ന നിലയിലുമായതിനാൽ റോഡരികുകൾ അപകടക്കെണിയായി മാറിയിരിക്കുകയാണ്. കോൺക്രീറ്റ് റോഡിന്റെ ഇരുവശങ്ങളും താഴ്ന്നു നിൽക്കുന്നതിനാൽ ഇരുചക്രവാഹന യാത്രക്കാർക്ക് അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് റോഡുകളിൽ നിന്ന് സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗങ്ങൾ ഉയർന്ന നിലയിലായതും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന കാനകൾ തകരുകയും ചില ഭാഗങ്ങൾ മൂടപ്പെടുകയും ചെയ്തതോടെ മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മഴ ശക്തമായതോടെ റോഡിലും സമീപ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. പഞ്ചായത്തിന്റെ MCFലേക്കുള്ള റോഡും സമീപ വീടുകളിലേക്കും ക്ഷേത്രത്തിലേക്കുമുള്ള വഴികളും വെള്ളത്തിൽ മുങ്ങിയതോടെ ഗതാഗതവും ജനസഞ്ചാരവും ദുഷ്കരമായിരിക്കുകയാണ്. പ്രശ്നം ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നുവെന്നും കളക്ടറുടെ നിർദ്ദേശപ്രകാരം KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ചിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതുവരെ പ്രശ്നപരിഹാരത്തിനായുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. അടിയന്തരമായി റോഡിലെ അപാകതകൾ പരിഹരിച്ച് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ. ചാലക്കുടി അടിപ്പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ അടിയന്തര നടപടികളുമായി ദേശീയപാത അതോറിറ്റി. സർവകക്ഷി യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അടിപ്പാതയിൽ ആവശ്യമായ നിർമ്മാണ ക്രമീകരണങ്ങൾ ഉടൻ ആരംഭിക്കാനാണ് തീരുമാനം. ചാലക്കുടി അടിപ്പാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് അടിയന്തരമായി നടത്തേണ്ട പ്രവർത്തനങ്ങൾക്ക് ദേശീയപാത അതോറിറ്റി ബന്ധപ്പെട്ട കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അടിപ്പാതയിലെ ഫുട്പാത്തിന്റെ വീതി കുറയ്ക്കുക, 4 കോർണറുകളിലും സ്ലാബ് മുറിച്ച് ബെൽമൌത്ത് സൗകര്യം ഒരുക്കുക, സർവീസ് റോഡിലെ ഡ്രെയിനേജിന് മുകളിലുള്ള സ്ലാബുകൾ താഴ്ത്തി റോഡിന്റെ നിലവാരത്തിലേക്ക് ക്രമീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പരിഗണനയിൽ ഉള്ളത്. പ്രവർത്തനങ്ങളുടെ സാധ്യതകൾ വിലയിരുത്തുന്നതിനായി ദേശീയപാത അധികൃതരും കരാർ കമ്പനി പ്രതിനിധികളും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നേരത്തെ അടിപ്പാതയുടെ നിർമ്മാണം നിർവഹിച്ച കരാർ കമ്പനിയെ തന്നെയാണ് അടിയന്തര ക്രമീകരണങ്ങൾ നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകുമെന്ന് കരാർ കമ്പനി പ്രതിനിധികൾ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, വിവിധ ജനപ്രതിനിധികൾ എന്നിവരും സ്ഥലത്തെത്തി പരിശോധനയിൽ പങ്കെടുത്തു.
വർഷങ്ങളായി വാഹനയാത്രക്കാർ നേരിടുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും വ്യാപാരികളും. മീഡിയ ടൈം, ചാലക്കുടി. കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി പദ്ധതിക്ക് തുടക്കമായി. അഷ്ടമിച്ചിറ മാരേക്കാട്ടിൽ നടന്ന ചടങ്ങിൽ ജില്ലാ നേതൃത്വമാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. കേരള കർഷക സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സംയോജിത കൃഷി പദ്ധതിക്ക് അഷ്ടമിച്ചിറ മാരേക്കാട്ടിൽ തുടക്കമായി. പദ്ധതിയുടെ ഏരിയ തല നടീൽ ഉദ്ഘാടനം കർഷക സംഘം ജില്ലാ സെക്രട്ടറി PK ഡേവിസ് നിർവഹിച്ചു. തൈകൾ തരുന്നത് പാർട്ടിക്ക് തൈകൾ കൊടുക്കാനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജനകീയ സ്ഥാപനങ്ങളുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് തൈകളും വളവും വിത്തും ഒക്കെ നൽകുന്ന പരിപാടിയുണ്ട്. പക്ഷേ അതൊക്കെ പ്ലാൻ ചെയ്ത് അനുവദിച്ചൊക്കെ വരുമ്പോൾ സമയം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് സഹകരണ ബാങ്കുകൾ. നമ്മുടെ മാളയിൽ അഷ്ടമിച്ചിറ പ്രദേശത്താണെങ്കിൽ അഷ്ടമിച്ചിറ സഹകരണ ബാങ്കും അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ നമുക്ക് നിയന്ത്രണമുള്ള സഹകരണ ബാങ്കുകളെ ഉപയോഗപ്പെടുത്തി. ചടങ്ങിൽ CPM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, ട്രഷറർ KV ഡേവിസ് എന്നിവരടക്കം വിവിധ നേതാക്കളും കർഷകരും പങ്കെടുത്തു. ജയ ബിജു, PS സുരേന്ദ്രൻ, ജിജു മാടപ്പള്ളി, PP കൃഷ്ണകുമാർ, PS ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സംയോജിത കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പയർ, വെണ്ട എന്നിവയുടെ തൈകളും വിത്തുകളും കർഷകർക്ക് വിതരണം ചെയ്തു. മീഡിയ ടൈം, മാള. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള അണ്ണല്ലൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. നായയെ പിടികൂടാനുള്ള ശ്രമം തുടരുമ്പോഴും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പുത്തഞ്ചേരിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം. മണിയങ്കാവ് മുതൽ കുന്നത്തേരി റോഡ് വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ സോഡാ കുപ്പികൾ അടിച്ചുടച്ച് റോഡിൽ നിക്ഷേപിച്ചതോടെ വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും ദുരിതത്തിൽ. മാള ബസ് സ്റ്റാൻഡിൽ കൂട്ടം തെറ്റിക്കരഞ്ഞിരുന്ന 5 വയസ്സുകാരിയെ മണിക്കൂറുകൾക്കകം മാതാപിതാക്കൾക്കരികിലെത്തിച്ച് മാള പോലീസിന്റെ മാതൃകാപരമായ ഇടപെടൽ. ബീഹാർ സ്വദേശിനിയായ പെൺകുട്ടിയെ സുരക്ഷിതമായി കുടുംബത്തിന് കൈമാറിയതോടെ ആശങ്കയ്ക്ക് വിരാമമായി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.